എടത്തുരുത്തി വെസ്റ്റ് ഐനിച്ചോട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലെ കുടിവെള്ള പൈപ്പ് പൊട്ടിയുണ്ടായ ഗർത്തത്തിൽ വീണ് പ്രവാസിക്ക് പരിക്ക്. കയ്പമംഗലം കാക്കാത്തുരുത്തി സ്വദേശി ഇല്ലത്ത് പറമ്പിൽ അൻസാറിനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. ഭാര്യയുമൊത്ത് മോട്ടോർ സൈക്കിളിൽ വരവെ ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലെ കുടിവെള്ള ഗർത്തത്തിൽ വീണാണ് ഗുരുതര പരിക്കേറ്റത്. വാരിയെല്ലുകൾക്ക് ക്ഷതമേറ്റ അൻസാർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട വകുപ്പുകൾക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് അൻസാറിന്റെ കുടുംബം അറിയിച്ചു. പൈപ്പ് പൊട്ടി ഉണ്ടാകുന്ന ഗർത്തം മൂലം ഈ റോഡിൽ അപകടം പതിവാണെന്ന് പ്രദേശവാസികളായ കൊല്ലാറ സന്തോഷ്, ശോഭി എന്നിവർ പറഞ്ഞു. ഈ അപകടങ്ങൾ ഇപ്പോൾ ഇവിടെ ഒരു തുടർക്കഥയാണ്. ഇപ്പോൾ ഇത് ഒരു മാസം കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ ഇവിടുത്തെ ഈ കുഴി ഉണ്ടായിട്ട് ഫോം ചെയ്തിട്ട്. അതിലിപ്പോൾ ഞങ്ങളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഞങ്ങൾ തന്നെ ബാക്ക്ഫിൽ ചെയ്ത് ഇടാറുണ്ട്. പക്ഷേ ഒരു കാര്യമില്ല, ഒരാഴ്ച കഴിയുമ്പോഴേക്കും വീണ്ടും അത് വെള്ളം വന്ന് വീണ്ടും നിറയും. ഇവർ റിപ്പയർ ചെയ്യും, പോകും, ഒരാഴ്ച കഴിയുമ്പോൾ തൊട്ടടുത്ത് തന്നെ പൊട്ടും. ഇപ്പോൾ കഴിഞ്ഞ ഒരു 150 മീറ്റർ അപ്പുറത്ത് കഴിഞ്ഞ മാസം 2 പെണ്ണുങ്ങൾ വീണിരുന്നു. ഭാഗ്യത്തിന് റോഡിലേക്ക് വീണില്ല, അവർ പുറത്തേക്ക് വീണായി. എന്നിട്ട് ഞങ്ങൾ ഓടിച്ചെന്ന് എടുത്തത്. അതുപോലെ കൊല്ലാർ സെൻറ്ററിൽ ഒരു 2 മാസം മുമ്പ് കൊല്ലാർ സെൻറ്ററിൽ തന്നെ ഒരു പയ്യൻ വീണിട്ട് ആ സ്കൂട്ടറൊക്കെ അവിടെ എടുത്തു വെച്ചിരുന്നു അവർ, ആ പഞ്ചായത്ത് ഓഫീസിൻ്റെ മുന്നിൽ. ആ സമയത്ത് അവർ 2 ദിവസം കഴിഞ്ഞപ്പോൾ വന്നിട്ട് കുറച്ച് മെറ്റലൊക്കെ ഇട്ട് പോയി. അവിടെ കംപ്ലീറ്റ് ഒന്നും ചെയ്തില്ല, അത് ഇപ്പോഴും അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു തുടർക്കഥയാണ്. ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുന്ന ജലവിഭവ വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡ് കടന്നു പോകുന്ന മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളും ജാഗ്രത പാലിക്കണമെന്നും പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തി ഉടൻ യാഥാർത്ഥ്യമാക്കി ജനങ്ങളുടെ ദുരിതം അകറ്റണമെന്നും സൗദി ദമാം KMCC തൃശൂർ ജില്ലാ ചെയർമാനും പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവുമായ PK അബ്ദുൾ റഹീം പറഞ്ഞു. നമ്മുടെ 8 പഞ്ചായത്തുകളുമായിട്ട് ബന്ധിച്ച് കിടക്കുന്ന ഒരു റോഡാണ് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡ്. ആ ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൻ്റെ ഏകദേശം ഒരു 40 വർഷമായിട്ട് 45ഓളം വർഷമായിട്ട് ഈ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ. ഇതിൽ ഗ്രാമപഞ്ചായത്തുകൾ ജാഗ്രത പാലിക്കണം എന്നുള്ള വിഷയമാണ് ഞങ്ങൾക്ക് നാട്ടുകാരെന്നുള്ളതൊക്കെ ആവശ്യപ്പെടാനുള്ളത്. കാരണം വെച്ചാൽ ഇത് ഈ എടത്തിരുത്തി പഞ്ചായത്തിന് മാത്രം പ്രശ്നമല്ല, ഇത് മതിലകം പഞ്ചായത്ത് വരെ നീണ്ടു കിടക്കുന്ന, ചേറ്റവും മുതൽ നീണ്ടു കിടക്കുന്ന, അതായത് ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് മുതൽ നീണ്ടു കിടക്കുന്ന ഒരു റോഡാണത്. ഇവിടെ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് വലിയ അപകടമാണ്. ഒരു ഫാമിലി വന്ന് ഒരു പ്രവാസിയായ ഒരു 52കാരൻ ഒരു മരണം ആവശ്യം കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അങ്ങനെയാണ് രാത്രി ഒരു 9 മണിക്ക് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കവേ അദ്ദേഹം ഇവിടെ ഈ കുഴിയിൽ വീണത്. അദ്ദേഹത്തിൻ്റെ വാരിയെല്ലുകൾ തകർന്ന് 3 ആശുപത്രിയിൽ നിന്നും അദ്ദേഹത്തിനെ മാറ്റി ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ കഴിയാണ്. ബഹ്റിൻ KMCC സംസ്ഥാന സെക്രട്ടറി ഗഫൂർ കയ്പമംഗലം, അൻവർ ചെറുവട്ടം എന്നിവർ സ്ഥാനം സന്ദർശിച്ചിരുന്നു.